ഫ്രണ്ട്സ്, ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. തേങ്ങാച്ചോറും ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുമാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കുറച്ച് മൈദ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, അര ടീസ്പൂൺ കെച്ചപ്പും അര ടീസ്പൂൺ സോയാ സോസും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് അരിയിൽ 1 കപ്പ് തേങ്ങയും 1/2 കപ്പോളം ചെറിയുള്ളി ചോപ്പ് ചെയ്തതും, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂണോളം ഉലുവ, 1 ടീസ്പൂണോളം പെരിഞ്ചീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് 2 ഗ്ലാസ്സോളം തേങ്ങാപ്പാലും 2 ഗ്ലാസ്സോളം വെള്ളവും ഒഴിച്ചിട്ട് ഈ അരി മിക്സ് ചെയ്തത് അതിലേക്ക് ഇട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 5 വിസിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഞാൻ അടുത്ത സ്റ്റൗവിൽ നമ്മൾ ചിക്കൻ ഒന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടിയും കാഷ്നട്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് കോരി വെക്കുന്നുണ്ട്. കറിവേപ്പില നമുക്ക് ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ചൊരു ഉണക്കമുളകും വറുത്ത് കോരി വെക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത ഉണക്കമുളകാണ്. ഇത് നമ്മൾ ചിക്കനിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് കാഷ്നട്ടും കപ്പലണ്ടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് കടിക്കണ മാതിരി പരുവത്തിലാണ് അങ്ങനെ അടിച്ചെടുത്തിട്ട് ഈ തേങ്ങാച്ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്കത് നന്നായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ചിക്കനിൽ നമ്മൾ 1.5 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂണോളം കെച്ചപ്പും പിന്നെ ഈ നീട്ടത്തിൽ അരിഞ്ഞ ഉണക്കമുളകും എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്നട്ട് ഫ്രൈയും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ട്രൈ ചെയ്തോളേ.